ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് മഷ്റൂം വെച്ച് ഒരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി മഷ്റൂം ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഒരു മീഡിയം തക്കാളി കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 2 സവാള, ചെറിയ 2 സവാള അരിഞ്ഞു വെച്ചത്. അത്രയും ഇനി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ബട്ടർ ഇട്ട് അത് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കണം. മഷ്റൂം മാറ്റി ആ പാനിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുപാട് സമയം വഴറ്റണ്ട, ഒന്ന് കളർ മാറുന്നതിന് മുമ്പായി തന്നെ നമുക്ക് അതിലേക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം. കെച്ചപ്പും വെളുത്തുള്ളിയും നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ എല്ലാ ഭാഗത്തും യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ആ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അധികം കുക്കാവരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ളത് നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കലാണ്. അതിനായി ഞാൻ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ബ്രെഡ് 8 പീസ് എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ടയും 1 ഗ്ലാസ് പാലാണ് ഞാൻ കാണിച്ചത്. 1.5 ഗ്ലാസ് പാൽ എനിക്ക് ആവശ്യം വന്നു. പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തിക്ക് ഏകദേശം ഈ പരുവാണ് വേണ്ടത്. ഒരുപാട് തിക്കാവരുത്, എന്നാൽ അധികം ലൂസാവാത്ത പാകമാണ്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട, ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കുറച്ച് ആവുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ റെഡി ആവണ നേരം കൊണ്ട് ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് ക്യൂബ്സ് ആക്കി വെച്ചതാണ്. മൂടി വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആയപ്പോൾ ഇത് ബാറ്റർ റെഡിയായി വന്നു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ ഈ ബേസ് മാറ്റാം. ആ ബേസിലേക്ക് ഇനി നമുക്ക് ഇടാനുള്ളത് ചീസ് ആദ്യം ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചീസിന് മുകളിലായി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വെജിറ്റബിൾസിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട. ഇനി വീണ്ടും മൊസറല്ല ചീസ് ചേർത്തതിന് ശേഷം ചേർക്കാനുള്ളതാണ്. ഇനി വീണ്ടും മൊസറല്ല ചീസ് ചേർത്തതിന് ശേഷം ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.